ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മളിന്ന് പ്രാക്ടിക്കൽ സെഷനിൽ ഇങ്ങനെ ഒരു സ്ട്രിംഗ് ഫോർമാറ്റിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു സ്ട്രിംഗ് റീഡ് ചെയ്തിട്ട് ഈ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്നത് പ്രോഗ്രാമിംഗ് എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് ക്യാരക്ടർ പ്രിന്റ് ചെയ്യാം, സെക്കൻഡ് ലൈനിൽ എന്താണ് 2 ക്യാരക്ടർ പ്രിന്റ് ചെയ്യാം അല്ലെ. അങ്ങനെ പിന്നെ 3 ക്യാരക്ടർ 4 ക്യാരക്ടർ അങ്ങനെ വരുന്നത് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടേ, ഓരോ ക്യാരക്ടർ ഓരോ ലൈൻ വേരി ചെയ്യുമ്പോഴും നമുക്കിവിടെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെ. അതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്യാരക്ടർ. അതാണ് ഇതിനകത്ത് നോക്കുന്നത്. നമ്മളിപ്പം അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് വേണം നോക്കാൻ അല്ലെ. ഇപ്പൊ ലൈൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ എന്താണ് 0th പൊസിഷനിലെ ക്യാരക്ടർ, അതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഓക്കെ. അടുത്ത ലൈൻ 2 ആവുമ്പോൾ 0th പൊസിഷനിലെ ക്യാരക്ടർ വരണം, ഫസ്റ്റ് പൊസിഷനിലെ ക്യാരക്ടർ വരണം. ഓക്കെ, അതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ കുറെ പ്രോഗ്രാംസ് ഇതിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ആണ്, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഫോർമാറ്റ് കാണിച്ചിരുന്നു അല്ലെ. ആ ഫോർമാറ്റ് വെച്ചിട്ട് ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ട് എങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഹെഡർ ഫയൽസ് ഒക്കെ കൊടുത്തു. ഹെഡർ ഫയൽസ് കൊടുക്കുന്ന സമയത്ത് ഏതാണ് ഇത് മസ്റ്റ് ആണ്. സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ കോണിയോ ഡോട്ട് എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിയർ സ്ക്രീൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഗെറ്റ് സി എച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോണിയോ ഡോട്ട് എച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, ആദ്യം ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ അറേ അല്ലെ 20 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഇപ്പൊ സി എച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ആവശ്യം ഇവിടെ ശരിയായിട്ട് വരുന്നില്ല. നമുക്കത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, നമ്മളത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ക്യാരക്ടർ അറേ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണ്. പിന്നെ ഇവിടെ നമുക്ക് ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഐ ജെ എന്ന് പറഞ്ഞ് 2 വേരിയബിൾ വേണം. അതുപോലെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എടുക്കണം അല്ലേ. നമ്മൾ റീഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിനെയാണ്, നമ്മളൊരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു സ്ട്രിങ് തന്നിട്ട് അതിനല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റീഡ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോർമാറ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ അതിന്റെ ലെങ്ത് എടുക്കണം അല്ലെ. ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ കൊടുത്തു, സ്ക്രീൻ ക്ലിയർ ചെയ്തു, സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ പറഞ്ഞു. ഗെറ്റസ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാണ്. എസ് ടി എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് റീഡ് ചെയ്തു. എന്നിട്ട് എൽ ഇസ് ഈക്വൽ ടു str_len ഓഫ് എസ് ടി പറഞ്ഞു അല്ലെ. എന്താ ചെയ്യുന്നത് ഇവിടെ, എസ് ടി എന്ന് പറയുന്നത് ക്യാരക്ടർ അറയാണ്. അതിന്റെ ലെങ്ത് നമ്മൾ കൊടുത്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും അതിന്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്തിട്ട് എല്ലിനകത്ത് കിട്ടും അല്ലെ. അപ്പം പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാല് ഇനി ഓരോരോ ക്യാരക്ടറായിട്ട് നമുക്ക് എടുത്ത് ചെയ്യണം അല്ലെ. ആദ്യം പി മാത്രം പ്രിന്റ് ചെയ്യണം അല്ലെ. പ്രോഗ്രാം ആണെങ്കിൽ ആദ്യം പി മാത്രം പ്രിന്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പി ആർ പ്രിന്റ് ചെയ്യാം, പി ആർ ഒ പ്രിന്റ് ചെയ്യാം. അങ്ങനെയാണ് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഐ ഇസ് ഈക്വൽ ടു 0 കൊടുത്തു അല്ലെ. ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൽ, അതായത് എൽ വരെ മൂവ് ചെയ്യുക, 0 to എൽ വരെ മൂവ് ചെയ്യാം. എന്നിട്ട് ഓരോ ലൈൻ ചെയ്യുമ്പോഴും എന്താണ് 0 to ആ ഒരു പർട്ടിക്കുലർ ലൈൻ നമ്പർ വരെ പോകണം. ലൈൻ നമ്പർ വരെ പോകണം. ഫസ്റ്റ് ലൈനിൽ ഒരു പ്രിന്റ്, സെക്കൻഡ് ലൈനിൽ 2 പ്രിന്റ്. അതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ് എത്രാമത്തെ ലൈൻ എന്നുള്ളത് നമുക്കിവിടെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഫസ്റ്റ് ലൈൻ വരുമ്പോൾ ഒരു ക്യാരക്ടർ, അതായത് ഇവിടെ 0 എന്ന് പറയുമ്പോൾ ഒരു അറേ ഇൻഡെക്സ് വെക്കുമ്പോൾ ആദ്യത്തെ ഒരു ക്യാരക്ടർ വരണം അല്ലെ. അത് കഴിഞ്ഞ് ഐ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, ഐ 2 ആവും, സോറി ഐ 1 ആവും. അപ്പൊ 0-ഉം 1-ഉം വരണം അല്ലെ. അത് കഴിഞ്ഞ് ഐ 2 ആവും, 2 ആവുമ്പോൾ 0 1 2 വരണം അല്ലെ. അങ്ങനെ പോകുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് അടുത്തത് എന്താ, ഇന്നർ ലൂപ്പിൽ കയറി. ഇന്നർ ലൂപ്പിൽ കയറിയിട്ട് എന്താ ചെയ്തു, ഇവിടെ ജെ ഇസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ ടൈംസ് ആണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. കണ്ടോ, ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ക്യാരക്ടർ എടുക്കും, അത് കഴിഞ്ഞിട്ട് 2 ആവുന്ന സമയത്ത് 2 ക്യാരക്ടർ എടുക്കും, അങ്ങനെ പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ ജെ ഇസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ, ജെ പ്ലസ് പ്ലസ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്താ ചെയ്ത, ഒരു ക്യാരക്ടർ എടുത്തിട്ട് അവിടെ പ്രിന്റ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ ജെ എന്തായി, ജെ 1 ആകുന്ന സമയത്ത് ഈ കണ്ടീഷൻ ഫോൾസ് ആവും അല്ലെ, ഈക്വൽ ടു കൊടുത്തേക്കുന്നത്. അപ്പൊ 0 വരെ 0th പൊസിഷൻ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് ഔട്ട് ചെയ്യും. ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ, ന്യൂ ലൈൻ പറഞ്ഞു അല്ലെ. അപ്പൊ ആ കാരണം നമ്മൾ പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്ത് നെക്സ്റ്റ് ലൈൻ വന്നിട്ടാണ് പി ആർ പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ന്യൂ ലൈൻ കൊടുക്കണം. ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ നമ്മളിവിടെ പറയണം. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം കഴിയുമ്പോൾ വീണ്ടും എന്താണ്, കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ. കണ്ടിന്യൂ ചെയ്ത് എവിടെ, ഈ ലൂപ്പിൽ വരും അല്ലെ, ഈ ഔട്ടർ ലൂപ്പിൽ വരും. ഔട്ടർ ലൂപ്പിൽ വരുമ്പോൾ ഐ എന്തായി, ഐ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി 1 ആയി. അപ്പം ഐയുടെ വാല്യൂ ഇപ്പൊ 1 ആയിട്ടുണ്ട്. അപ്പൊ ജെ 0-യിൽ ഒരു ക്യാരക്ടർ എടുക്കും. അടുത്ത ജെ ലെസ് ദാൻ ഈക്വൽ ടു പറഞ്ഞേക്കുന്നത് അല്ലേ.
അപ്പോൾ ഇവിടെ ജെ ഒരു പ്രാവശ്യം ഒരു ക്യാരക്ടർ എടുത്തു, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജെ ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ജെ 0th പൊസിഷനിൽ ഒരു പ്രിന്റ് വന്നു, ജെ 1 ആയിട്ട് ഒരു പ്രിന്റ് വന്നു. കണ്ടോ? അപ്പോൾ 2 ക്യാരക്ടർ ഇവിടെ പ്രിന്റ് ആയി. വീണ്ടും ഇവിടെ വന്ന് ജെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻ ഫോൾസ് ആയി, വീണ്ടും ഇവിടെ വരും, ന്യൂ ലൈൻ വരും. കണ്ടോ? അപ്പോൾ ന്യൂ ലൈൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ഈ ഐ ഇൻക്രീസ് ചെയ്ത് എത്രയായി? 2 ആയി. അപ്പം ജെയുടെ വാല്യൂ 0 വരും, 1 വരും, 2 വരും. അങ്ങനെ 3 ക്യാരക്ടർ എടുത്തിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ അതിൽ കൊടുത്തേക്കുന്ന തന്നെ കൊടുക്കാം. നമുക്ക് ഇവിടെ പ്രോഗ്രാമിംഗ് കൊടുക്കാം. കണ്ട, ആദ്യത്തെ ഫസ്റ്റ് ലൈനിൽ പി വന്നു, സെക്കൻഡ് ലൈനിൽ പി ആർ വന്നു, തേർഡ് ലൈനിൽ പി ആർ ഒ വന്നു അല്ലെ. അപ്പം ഐ ടൈംസ് ജെ വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ലോജിക് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് തന്നെ നമുക്ക് റിവേഴ്സ് ആയിട്ട് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അത് നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ആയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ ഇത് വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സി പ്രോഗ്രാം പഠിക്കുന്ന ആർക്കും ഇത് ഉപയോഗപ്പെടും. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു നല്ല പ്രോഗ്രാം ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.